ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തമായ പങ്ക്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ബീജിംഗ് സന്ദർശിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം. ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് വഴിയുള്ള കടന്നുകയറ്റത്തിന് ചൈനീസ് നീക്കമെന്ന വിലയിരുത്തൽ. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തിയിരിക്കുന്നു. ഈ കടന്നുകയറ്റം, നുഴഞ്ഞുകയറ്റം നടത്തുന്നത് ഏത് വിധത്തിൽ എന്നതുൾപ്പെടെ എന്നതിനേക്കാൾ ഉപരി അവിടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കൊക്കെയും ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കൊക്കെയും ഈ ഒരു ഗൂഢാലോചന പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. വീണ, അത് തന്നെയാണ്. അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ബംഗ്ലാദേശിൽ വലിയ ആഭ്യന്തര സംഘർഷം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. സർക്കാരിനെതിരെയാണ് സംഘർഷം തുടങ്ങുന്നതെങ്കിൽ പിന്നീട് അത് ഹിന്ദു വിരുദ്ധ കലാപമായി പരിണമിക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ രണ്ടാം ഘട്ടമാണ് കഴിഞ്ഞ മാസം 25 മുതൽ തുടങ്ങി ഇപ്പോഴും അവസാനിക്കാത്ത ഹിന്ദു വിരുദ്ധ കലാപം. അത് ബംഗ്ലാദേശിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് ഓഗസ്റ്റ് മാസത്തിൽ ഈ കലാപം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിരൽ ചൂണ്ടിയ ഒരു കാര്യമുണ്ട്. ചൈനയ്ക്കും പാകിസ്ഥാനും ഈ വിഷയത്തിലുള്ള പങ്ക്. കാരണം ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം, അവാമി ലീഗിൻ്റെ ഭരണകൂടം പൊതുവെ ഭാരതത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ന്യൂട്രലായ നിലപാട് ചൈനയോടും ഭാരതത്തോടും ഒക്കെ വിവിധ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നയമായിരുന്നു അവാമി ലീഗിൻ്റെയും ഷെയ്ഖ് ഹസീനയുടെയും ഒക്കെ. അങ്ങനെ ഒരു സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര സംഘടനകൾക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഹിന്ദു വിരുദ്ധ കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ കലാപം ബംഗ്ലാദേശിൽ തുടരുന്ന സമയത്ത് തന്നെയാണ് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കന്മാർ ഇപ്പോൾ ബീജിംഗിലാണ്. ചൈനയുടെ തലസ്ഥാന നഗരിയായ ബീജിംഗിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ഓർഡർ എന്ന ബംഗ്ലാദേശിലെ ഒരു സംഘടന, അതോടൊപ്പം തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് കൗൺസിൽ, ഇതെല്ലാം ബംഗ്ലാദേശിനെ 100% ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കുക, അതല്ലെങ്കിൽ പരിപൂർണമായ ശരിയത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലേക്ക് രാജ്യത്തെ പരിപൂർണമായി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഈ സംഘടനകളുടെ നേതാക്കളെല്ലാം ഇപ്പോൾ ബെയ്ജിങ്ങിലേക്ക് പോയിരിക്കുന്നു. അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരമാണ് ഈ നേതാക്കളെല്ലാം ഇപ്പോൾ ബെയ്ജിംഗ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പല ഘട്ടങ്ങളിൽ ചൈനയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവം കുറച്ചെങ്കിലുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, വിവിധ രാജ്യങ്ങളിലുള്ള പാർട്ടികളെ ഈ ചൈനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവരുടെ നയങ്ങൾ അവിടെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പൊതു രീതിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. പക്ഷേ ഇത് ചരിത്രത്തിൽ ആദ്യമായി തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കളെ ബീജിംഗ് തങ്ങളുടെ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നു എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന് പിന്നിൽ ചൈനയ്ക്ക് പങ്കുണ്ട് എന്ന വിമർശനത്തിന്, അല്ലെങ്കിൽ ആരോപണത്തിന് അത് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ കലാപം തുടക്കം കുറിക്കുന്നത്, ഈ കലാപത്തിന്റെ രണ്ടാം ഘട്ടം തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ്. 25-ന് ഉച്ചയ്ക്കാണ് ചിറ്റഗോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഹിന്ദു ശരി ഗൗതം.